അടൂർ പ്രകാശിന് സീറ്റ് ഉണ്ടാകുമോ എന്നുള്ളതും ചോദ്യമാണ്. കോന്നിയിലും നേതൃത്വം വഴങ്ങുമോ നമുക്കറിയേണ്ടതുണ്ട്. കെ സുധാകരന് മാത്രമായി അങ്ങനെ ഒരു ഇളവുണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബൽ, ഈ പറഞ്ഞ തന്നെ കെ സുധാകരൻ അങ്ങനെ മാത്രമായി ഇളവ് നൽകാൻ സാധ്യതയില്ല. കാരണം ഈ മത്സരമോഹവുമായി അടൂർ പ്രകാശും എന്നു മുതലോ രംഗത്തുണ്ട്. അപ്പോൾ രണ്ടു പേർക്കായിരിക്കും ഇളവ് ലഭിക്കുക അല്ലെ? റോഷ്നി, നിലവിൽ കെ സുധാകരന്റെ ഇളവിന്റെ കാര്യത്തിൽ മാത്രമാണ് ചർച്ചകൾ നടക്കുന്നത്. കെ സുധാകരന് ഇളവ് നൽകുമ്പോൾ അടൂർ പ്രകാശിന് കോന്നിയിൽ ഇളവ് നൽകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നത്. കാരണം അടൂർ പ്രകാശ് പല ഘട്ടങ്ങളിലും കോന്നിയിൽ മത്സരിക്കാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും മത്സരിക്കാൻ വേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന നേതാവാണ്. ഒരുപക്ഷേ കെ സുധാകരന് ഇളവ് നൽകിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനും ഇളവ് നൽകാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നിലവിൽ സതീഷ് കൊച്ചുപറമ്പിൽ എന്ന DCC അധ്യക്ഷന്റെ പേരാണ് അവിടെ സജീവമായി തന്നെ പരിഗണിക്കുന്നത്. ആ പേരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നിലവിൽ സംസ്ഥാന ഘടകം നൽകുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം കണ്ണൂരിൽ മറ്റാരും പേരുകൾ നൽകിയിട്ടില്ല എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. സതീഷ് കൊച്ചുപറമ്പിൽ കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അത്തരത്തിൽ സ്ഥാനത്ത് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് സീറ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കെ സുധാകരന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു പുനർചിന്തനം പാർട്ടി നടത്തുകയും ചെയ്യുന്നത്. കാരണം കെ സുധാകരൻ ഇത്രയും സമ്മർദ്ദത്തോടെ ശക്തമായി നിൽക്കുകയാണ്, മത്സരിക്കുന്ന നിലപാട് ഉറച്ചുകൊണ്ട് അത്തരത്തിലുള്ള നിലപാട് കെ സുധാകരൻ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദമില്ല. അതുകൊണ്ട് അത്തരത്തിൽ ചർച്ചകളിലേക്ക് പോയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇളവ് അടൂർ പ്രകാശ് നൽകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്പം ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വരെ കാത്തിരിക്കേണ്ടവരും. നിലവിലത്തെ സാഹചര്യത്തിൽ അടൂർ പ്രകാശ് ഇളവ് നൽകുന്നതിന് ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങും നടക്കുന്നില്ല. റോഷ്നി, യെസ്, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു തീരുമാനത്തിനായി കാത്തിരിക്കാം. 2 MP ആയിരിക്കുമോ മത്സരിക്കുമോ, അതോ ഇനി സുധാകരൻ മാത്രമായിരിക്കുമോ? അപ്പോൾ ഇനി അടൂർ പ്രകാശ് എന്തെങ്കിലും പ്രതികരണങ്ങളുമായി രംഗത്തെത്തുമോ എന്നുള്ളതൊക്കെ നോക്കാം.